യൂട്യൂബർ ആണോ, ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആണോ, അല്ലെങ്കിൽ ഓൺലൈനായി ക്ലാസുകൾ എടുക്കുകയോ വ്ളോഗ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളാണോ? ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയോ വരുമാനം നേടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. കാരണം നിങ്ങളുടെ വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇതുവരെ നമ്മളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരുടെ വരുമാനം ഏത് കാറ്റഗറിയിൽ പെടുത്തണം എന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്കായി ഒരു പുതിയ കോഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, 16021. പേടിക്കേണ്ട, ഇത് സിമ്പിൾ കാര്യമാണ്. ഇനി മുതൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വരുമാനം കാണിക്കാൻ ഈ പുതിയ കോഡ് ഉപയോഗിക്കണം. ബ്രാൻഡ് പ്രമോഷനിലൂടെയോ കോച്ചിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിജിറ്റൽ കണ്ടന്റിലൂടെയോ പണം സമ്പാദിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: ഞാൻ ഏത് ITR ഫോമാണ് ഉപയോഗിക്കേണ്ടത്? പ്രധാനമായും 2 ഓപ്ഷനുകളാണ് നമുക്ക് മുന്നിലുള്ളത്, ITR 4 അല്ലെങ്കിൽ ITR 3. നമുക്ക് ആദ്യം ITR 4നെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള വഴി. ഇതിനെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം എന്ന് പറയും. അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രം നികുതിയായി അടച്ചാൽ മതി. വരവ് ചിലവുകളുടെ വലിയ കണക്ക് പുസ്തകങ്ങളൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ ആയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം 75 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% ലാഭമായി കണക്കാക്കി അതിന്മേൽ നികുതി അടച്ചാൽ മതി. അഥവാ നിങ്ങളൊരു ബിസിനസ് ആയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാർഷിക വിറ്റുവരവ് 3 കോടി രൂപയിൽ താഴെയാണെങ്കിൽ വരുമാനത്തിന്റെ 6% മാത്രം ലാഭമായി കാണിച്ച് നികുതി അടയ്ക്കാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ്. എന്നാൽ ഈ പറഞ്ഞ ലിമിറ്റിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചിലവുകൾ കാണിച്ച് നികുതി കുറയ്ക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ITR 3 എന്ന ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ശമ്പളം, വീട്ടുവാടക, ബിസിനസ്, പ്രൊഫഷണൽ വരുമാനം എന്നിങ്ങനെ പല വഴികളിലൂടെ വരുമാനമുള്ളവർക്കാണ് ഈ ഫോം കൂടുതൽ അനുയോജ്യം. ഇവിടെ ഒരു ചെറിയ സംശയമുണ്ട്. ഇൻകം ടാക്സ് നിയമപ്രകാരം കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷൻ ആണോ അതോ ബിസിനസ് ആണോ എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. അതിനാൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാം. ഇക്കാര്യത്തിൽ ഒരു ടാക്സ് വിദഗ്ധന്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ AIS അതായത് ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ഫോം 26AS എന്നിവ പരിശോധിച്ച് അതിൽ കാണിച്ചിരിക്കുന്ന വരുമാനവും TDS വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ITR ഫയൽ ചെയ്താൽ മാത്രം പോരാ, അത് 30 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്യണം. ഓൺലൈനായി ആധാർ OTP വഴിയോ അല്ലെങ്കിൽ ITR V ഫോം ബംഗളൂരുവിലുള്ള സെൻട്രൽ പ്രോസസ്സിംഗ് സെന്ററിലേക്ക് അയച്ചു കൊടുത്തോ ഇത് ചെയ്യാം. വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ അസാധുവായി കണക്കാക്കും. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ ഡിജിറ്റൽ ക്രിയേറ്റർമാരുടെ വരുമാനത്തെ ഗൗരവമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പുതിയ കോഡും നിയമങ്ങളും അതിന്റെ ആദ്യ പടിയാണ്. അതിനാൽ കൃത്യമായി ടാക്സ് ഫയൽ ചെയ്ത് നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.